പാഠം 638. നിങ്ങൾ സാവധാനം മരിക്കുകയാണ്. ഹലോ, അതെ, കൊണ്ട് കൊടുക്കാം. ഭാമേ ഇപ്പൊ വരും. ആരാ മനോട്ടാ? ചോദിച്ചില്ല. കഷ്ടം തന്നെയാണ്. ഒരാള് വിളിക്കും ആരാന്ന് ചോദിക്കുന്ന ഒരു മര്യാദ ഇല്ലേ? വിളിക്കുന്നയാൾ സ്വയം പരിചയപ്പെടുത്തുന്നതാണ് അതിലും മര്യാദ. ഹലോ, അത് സത്യഭാമയാണ്. ആഹാ, ജയചന്ദ്ര സാറോ? എന്താ സാർ രാവിലെ? അതെയോ, അതിപ്പോ മോഹനടൻ സാധാരണ ആഫീസിൽ പോകുന്നത് 9:30 കഴിഞ്ഞിട്ടാണ്. അതിനു മുന്നേ സാറിന് വരാൻ പറ്റുമോ? അല്ല, ആഫീസിൽ ചെന്നാ ബുദ്ധിമുട്ടായിരിക്കും. മോഹനടൻ അവിടെ ഭയങ്കര തിരക്കിലായിരിക്കും, അതുകൊണ്ടാ. ഇങ്ങോട്ട് പോന്നോളൂ. അയ്യോ, അതിനെന്താ, ഞാൻ പറയാം സാർ. ശരി. മോഹനേട്ടാ, വിളിച്ചത് ആരാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ ഞെട്ടു. പടക്ക കച്ചവടക്കാരെങ്കിലും ആണോ? അല്ല, ജയചന്ദ്ര സാറ്. സദാനന്ദ സാറിന്റെ വകയിലൊരു ബന്ധുവാ. പാരലൽ കോളേജ് അധ്യാപകനാണ്, നോവലിസ്റ്റുമാണ്. നോവലിസ്റ്റോ? ആ, ദേ ധാരാളം നോവലുകളൊക്കെ എഴുതിയിട്ടുണ്ടെന്നാ സദാനന്ദ സാർ പറഞ്ഞത്. സാഹിത്യത്തെ പറ്റിയൊക്കെ ഭയങ്കര വിവരവാ. എന്ത് ചോദിച്ചാലും പറയും. വായിക്കാത്തൊരു പുസ്തകം പോലും ഇല്ല. ജയചന്ദ്രൻ എന്ന പേരിൽ ഒരു നോവലിസ്റ്റിനെ ഞാനിതുവരെ കേട്ടിട്ടില്ല. മോഹനേട്ടൻ അല്ലെങ്കിൽ തന്നെ എത്ര പേരെ അറിയാം? ഇത് മോഹനേട്ടൻ വായിക്കാറുള്ള പോലെ സാധാരണ മലയാള നോവൽ അല്ല, ആധുനിക കഥകളാ. അതൊക്കെ വായിച്ചാ മോഹനേട്ടന് മനസ്സിലാവൂ? മലയാളത്തിലാണ് എഴുതുന്നതെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഒരിടത്തൊരിടത്ത് ഒരാമയും മോയിലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞെഴുതുന്ന സാധാ നോവലുകളല്ലേ എന്റെ മോഹനേട്ടൻ വായിച്ചിട്ടുള്ളൂ. ജയചന്ദ്ര സാറ് അത്ര നോവലുകളല്ല എഴുതുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലെ പുതിയ ചിന്തകളൊക്കെ വരുന്ന അത്യന്താധുനിക നോവലുകളാണ്. അത് വായിച്ച മോഹനേട്ടൻ ഒരക്ഷരം പോലും മനസ്സിലാവൂല. വായിക്കുന്നവന് മനസ്സിലാകാതിരിക്കാനാണോ നോവൽ എഴുതുന്നത് എന്നല്ല ഞാൻ പറഞ്ഞത്. ആ നോവലുകളിലെ ചിന്തകൾ മോഹനേട്ടൻ മനസ്സിലാവില്ലെന്ന്. ഇന്നലെ വക്കീലാഫീസിൽ വെച്ച് ഒരു ഗദ്യകവിത വായിച്ചു കേൾപ്പിച്ചു. എന്തൊരു രസമാണെന്നറിയോ മോഹനേട്ടാ? ഞാനത് എഴുതിയെടുത്താലെന്ന് ആലോചിച്ചതാ. അപ്പൊ സാറ് പറഞ്ഞു, അതേതോ വാരയ്ക്ക് അയച്ചു കൊടുത്തിരിക്കുക, അച്ചടിക്കുന്നതിന് മുന്നേ മറ്റൊരാൾക്ക് തരുന്നത് ശരിയല്ലല്ലോ എന്ന്. ഉള്ളത് പറയാലോ മോഹനേട്ടാ, എന്റെ ജീവിതത്തിൽ ഇത്രയും മനോഹരമായ ഒരു കവിത ഞാൻ കേട്ടിട്ടേയില്ല. ഈ ജയചന്ദ്രൻ സാറ് ഇപ്പൊ എന്നെ കാണാൻ വരുന്ന എന്തിനാണെന്ന് നീ പറഞ്ഞില്ല. അതെങ്ങനെയാ? ഒരു നല്ല കാര്യം പറയാൻ മോനോട് സമ്മതിക്കില്ലല്ലോ. ജയചന്ദ്ര സാർ ഒരു പുതിയ പുസ്തകം ഇറക്കുന്നു. പുള്ളിക്കാരന്റെ പുതിയ കുറെ കവിതകളുടെ സമാഹാരം. ഞാൻ നേരത്തെ പറഞ്ഞ ആ കവിത അതിലുണ്ട്. അപ്പോ ആ കവിത ഏതോ വാരിക്ക് അയച്ചെന്നല്ലേ നീ പറഞ്ഞത്? അതിനെന്താ, അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പുസ്തകത്തില്. ആ പുസ്തകം അടുത്ത ഞായറാഴ്ച പ്രകാശനം ചെയ്യാനിരിക്കുകയാണ് ജയചന്ദ്ര സാറ്. അതുകൊണ്ട് ആരെ കൊണ്ട് പുസ്തകം പ്രകാശനം ചെയ്യിക്കണമെന്ന് ആലോചിച്ചപ്പോ ജയചന്ദ്ര സാറിന് പെട്ടെന്ന് മോഹനേട്ടന് ഓർമ്മ വന്നു. മോഹനേട്ടൻ പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കുന്ന ജയചന്ദ്ര സാർ പറയുന്നത്. ഞാനോ? ആന്ന്. മോഹനേട്ടനെ പറ്റി പറയുമ്പോ ജയചന്ദ്ര സാർ 100 നാമം മോഹനേട്ടാ. മോഹനേട്ടനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. മോഹനേട്ടൻ തന്നെ പുസ്തകം പ്രകാശനം ചെയ്യണമെന്നാണ് ജയചന്ദ്ര സാർ പറയുന്നത്. എനിക്കതല്ല ജോലി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അടുത്ത ഞായറാഴ്ച വൈകിട്ട് 4 മണിക്കാണ് പുസ്തക പ്രകാശനം വെച്ചിരിക്കുന്നത്. നമുക്ക് രണ്ടുപേർ കൂടി പോവാം മോനേട്ടാ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് മോഹനേട്ടൻ പുസ്തക പ്രകാശനം നടത്തുന്നത് എനിക്ക് അഭിമാനത്തോടെ കാണാലോ. എനിക്ക് സൗകര്യമില്ല. പുസ്തക പ്രകാശനത്തിന് വേറെ ആളെ നോക്കാൻ നീ ജയചന്ദ്ര സാറിന് പറഞ്ഞേക്ക്. സാറേ, ഉത്തമന. നമസ്കാരം സാർ. നമസ്കാരം. സ്റ്റേറ്റ് ബാങ്കിലെ ദാമോദര സാറിന്റെ ഭൂമി ഒന്ന് അളന്നു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറിന് ഭയങ്കര തിരക്കാണ്. അപ്പം ദാമോദര സാർ പറയുകയാണ്, കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, മോഹനേട്ടൻ സാറിന് സമയം ഉള്ളപ്പോ അളന്നാ മതിയെന്ന്. എപ്പോഴാണ് സാറിന് സമയം കിട്ടുമെന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അടുത്ത ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ചെല്ലാന്ന് പറഞ്ഞു. 4 മണിക്കോ? ജയചന്ദ്ര സാറിന്റെ പുസ്തക പ്രകാശനം 4 മണിക്കല്ലേ മോനേട്ടാ? അതിന് ഞാൻ പുസ്തക പ്രകാശനത്തിന് പോകുന്നില്ലല്ലോ. ഉത്തമ, ഞായറാഴ്ച കൃത്യം 4 മണിക്ക് ഞാൻ അവിടെ എത്തുമെന്ന് ദാമോദർ സാറിനോട് പറഞ്ഞേക്കും. ശരി ശരി. നമസ്കാരം. ഇതിനാണ് നമ്മൾ അസൂയ എന്ന് പറയുന്നത്. എന്താ വക്കീൽ പ്രശ്നം?
ഉത്തമ, സാധാരണ സാറിന് ഒരു ബന്ധു ജയചന്ദ്ര സാറുണ്ട്. വലിയ കവി, നോവലിസ്റ്റും ഒക്കെയാ. അദ്ദേഹം ഒരു പുതിയ പുസ്തകം എഴുതി. അതിന്റെ പ്രകാശനമാണ് അടുത്ത ഞായറാഴ്ച 4 മണിക്ക്. മോഹനേട്ടനെ കൊണ്ട് പ്രകാശനം ചെയ്യിക്കണമെന്ന് ജയചന്ദ്ര സാറിന് ഒരു ആഗ്രഹം. അത് എന്നോട് പറഞ്ഞു. കുറച്ചു കഴിയുമ്പോ മോഹനേട്ടനെ ക്ഷണിക്കാനായിട്ട് ഇങ്ങോട്ട് വരുമെന്നും പറഞ്ഞു. അത് കേട്ടപ്പോ മുതൽ വില്ലേജ് ഓഫീസർക്ക് അസൂയാണ്. പിന്നല്ലാതെ മോഹനേട്ടൻ മാത്രമേ പുസ്തകം വായിക്കുള്ളൂ, മോഹനേട്ടന് മാത്രമേ സാഹിത്യം അറിയൂ എന്നൊക്കെയാണല്ലോ ധാരണ. ജയചന്ദ്ര സാർ എഴുതിയ ഒരു ഗദ്യകവിത ഞാൻ വായിച്ചു കേട്ടു ഉത്തമ. എന്ത് രസമാണെന്നറിയാമോ? ഞാനത് പറഞ്ഞത് മോഹനേഷ് സാറ് സഹിച്ചില്ല. ഇനിയിപ്പോ ജയചന്ദ്ര സാറിന് എഴുതാൻ അറിയില്ല എന്ന് സ്ഥാപിക്കണമല്ലോ. വേറെ ആരെ അംഗീകരിച്ച ശീലമില്ലല്ലോ. അങ്ങനെ വയ്ക്കില്ലേ, സ്ഥലം ഇളക്കുന്നതേ വേറെ ദിവസത്തേക്ക് മാറ്റേണ്ടി വരും ഉത്തമ. ജയചന്ദ്ര സാർ ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ മോഹനേട്ടൻ ആളുടെ മിടുക്ക് പിടികിട്ടുമല്ലോ. ആ കവിത ഒരു ആവർത്തി വായിച്ചിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ തനിയെ പ്രകാശനം തരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ പിന്നെ പ്രകാശനത്തിന്റെ കാര്യത്തിൽ ആദ്യം ഒരു തീരുമാനം ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ദാമോദര സാറിന്റെ അളവിനെ കുറിച്ച് പറയാം. ഓ ശരി ശരി. അതിനുള്ള സമയമായില്ലല്ലോ. ഇപ്പൊ സമയമായല്ലോ. ഞാൻ പറഞ്ഞൊരു കാര്യം മോഹനേട്ടൻ ചെയ്യാൻ വയ്യെങ്കിൽ ഇത് എനിക്കും വയ്യ. ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കൊഴിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം നീ എല്ലാ ദിവസവും എന്റെ ഷർട്ട് മുണ്ടും തേച്ച് തരുന്നതാണ്. പുസ്തക പ്രകാശനം എന്റെ ജോലി അല്ലാത്തത് കൊണ്ടാണ് ഞാനത് പറ്റില്ല എന്ന് പറഞ്ഞത്. അല്ല, ജയചന്ദ്ര സാറ് നേരിട്ട് മോഹനേട്ടനെ കണ്ട് ഇക്കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ മോഹനേട്ടൻ സമ്മതിക്കുമായിരുന്നു. ഇതിപ്പോ പറഞ്ഞ ഞാനായി പോയില്ലേ. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അത് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ അഭിമാനം തകർന്നു പോവില്ലേ. അങ്ങനെ ഭാര്യയെ തോപ്പിക്കാൻ നോക്കുന്ന ഒരു ഭർത്താവിന്റെ ഷർട്ടും മുണ്ടും തേച്ചു കൊടുക്കേണ്ട കാര്യം ഈ ഭാര്യയ്ക്കും ഇല്ല. അയ്യോ, ജയചന്ദ്ര സാറായിരിക്കും. മോഹനേട്ടോ ജയചന്ദ്ര സാറിന്റെ മുന്നിൽ വെച്ച് എന്നെ കളിയാക്കോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയാണ് ഞാൻ ഷർട്ട് മുണ്ടി തേച്ചു തരൂല. മര്യാദയ്ക്ക് അപ്പുറത്തേക്ക് വന്ന് ജയചന്ദ്ര സാറിനോട് സംസാരിക്കുന്നതാണ് സാറിന് നല്ലത്. ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ദേ, വീട്ടിലൊരു അതിഥി വരുമ്പോൾ മാന്യമായിട്ട് പെരുമാറുക എന്നുള്ളതാണ് ഒന്തസുള്ളർ ചെയ്യുന്നത്. നമസ്കാരം സാർ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. വരണം. മോഹനേഷനില്ലേ? ഉണ്ട്. മോഹനേട്ടൻ ആൾക്ക് ഫോൺ ചെയ്യാം. അകത്തേക്ക് വരൂ. മോഹനേട്ടൻ, ജയചന്ദ്ര സാർ വന്നിരിക്കുന്നു. സത്യത്തിൽ ആപ്പീസിൽ പോയി മോഹനേഷനെ കാണാനായിരുന്നു എനിക്ക് താല്പര്യം. ഒരു ചടങ്ങിന് ക്ഷണിക്കുമ്പോ അത് ആപ്പീസിൽ വെച്ചാണെങ്കിൽ അവിടെ ഉള്ളവരും കാണുമല്ലോ. മോഹനേട്ടൻ ആപ്പീസിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. ജോലിയുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞത്. നമസ്കാരം മോഹനേഷ. നമസ്കാരം. ഞാൻ ജയചന്ദ്രൻ. ഭാവകാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇരിക്കണം. താങ്ക്സ്. ഭാമേ ഇരിക്കൂ. സത്യം പറയാലോ മോഹനേഷ, മലയാള സാഹിത്യത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കേണ്ട കാലമാണ്. എല്ലാവരും പഴഞ്ചൻ രീതിയിൽ എഴുതും. എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? നമ്മുടെ വായനക്കാർക്ക് പുതിയ വായനാനുഭവം ഉണ്ടാവണ്ടേ? ഉണ്ടാവുന്നുണ്ടല്ലോ. ഞാനും കുറച്ചധികം വായിക്കുന്ന ഒരാളാണ്. മലയാളം മാത്രമല്ലേ? മലയാളം മാത്രം വായിക്കുന്നതാ നമ്മുടെ എഴുത്തുകാരുടെയും കുഴപ്പം. പുറം രാജ്യങ്ങളിലെ സാഹിത്യത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ അവർ കാണുന്നില്ല. എന്നെ പോലെ ചിലർ ആധുനിക രീതിയിൽ എഴുതുമ്പോ അതിനെ പരിഹസിക്കുകയും ചെയ്യും. നല്ലത് ആരെഴുതിയാലും വായനക്കാർ സ്വീകരിക്കും. പക്ഷെ നമ്മൾ എഴുതുന്നത് വായനക്കാരുടെ ഇടയിൽ എത്തണ്ടേ? നമ്മുടെ വാരികകളെ ശ്രദ്ധിക്കൂ. അവർ സ്ഥിരം എഴുത്തുകാരെ മാത്രമേ പ്രോത്സാഹിപ്പിക്കൂ. പുതിയ എഴുത്തുകാരുടെ ഒറ്റ കൃതി അവർ അച്ചടിക്കില്ല. പ്രസാധകരും മോശമല്ല. ഈ പുതിയ പുസ്തകം ഇറക്കാനായി ഞാൻ ചെന്ന് കാണാത്ത പ്രസാധകരില്ല. എന്നിട്ടെന്താ? എന്റെ രചനയെ അവര് കുറ്റം പറയുന്നില്ല. ഒറ്റ മറുപടി മാത്രം:
ഇപ്പൊ അച്ചടിക്കാൻ പറ്റില്ല, മറ്റൊരു കൃതിയുമായി പിന്നെ വരുമെന്ന്. എന്താ അതിന്റെ കാരണം? അറിയില്ല. മോഹനകൃഷ്ണനെ പോലുള്ളവർ അറിയണം. പുതിയ എഴുത്തുകാർ വരുന്നത് പഴയ എഴുത്തുകാർക്ക് പേടിയാ. അതുകൊണ്ട് അവർ പത്രാധിപന്മാരെയും പ്രസാധകന്മാരെയും സ്വാധീനിച്ച് പുതിയ ആളുകളുടെ പുസ്തകങ്ങൾ ഒഴിവാക്കും. ഈ പുതിയ എഴുത്തുകാർ വരുന്നുണ്ടല്ലോ. പഴയ രീതിയിൽ എഴുതുന്ന പുതിയ എഴുത്തുകാർ. എന്നെ പോലെ പുതിയ രീതിയിൽ എഴുതുന്നവരെ അവർക്ക് പേടി. ഞങ്ങളെ എങ്ങനെയും ഒഴിവാക്കണം. അതുകൊണ്ട് ഞാൻ എഴുതിയൊന്നും അവർ അച്ചടിക്കില്ല. അതുകൊണ്ട് എന്റെ പുസ്തകം ഞാൻ തന്നെ പണം മുടക്കി അച്ചടിക്കാൻ തീരുമാനിച്ചു. നാളെയോ മറ്റന്നാളോ പുസ്തകം കിട്ടും. അടുത്ത ഞായറാഴ്ചയാ പുസ്തക പ്രകാശനം. മോഹനകൃഷ്ണൻ തന്നെ വരണം. അപ്പോ പുസ്തകം വായിക്കാതെ പ്രകാശനത്തിന് വരിക എന്നൊക്കെ പറഞ്ഞാല് പ്രകാശനത്തിന് മുമ്പ് പുസ്തകം ഞാനിവിടെ എത്തിക്കാം. അത് വായിച്ചിട്ട് മോഹനകൃഷ്ണൻ നല്ലൊരു പ്രസംഗവും പറയണം. പക്ഷെ പുസ്തകം ഒന്ന് വായിച്ചിട്ട് ഞാൻ തീരുമാനം പറഞ്ഞാ പോരെ? ഇതിലെത്ര ആലോചന എന്തിരിക്കുന്നു മോനട്ടാ? ഒരു കവിത ഞാൻ അന്നേരം കേട്ടാന്ന് പറഞ്ഞില്ലേ, എന്ത് രസമെന്നറിയാമോ? വെറുതെ ആളാവരുത്. സമ്മതിച്ചാൽ അതിന്റെ ഗുണം മോഹനട്ടനോ. ഒരു കാര്യം ചെയ്യാം, ആ കവിത ഞാനൊന്ന് ചൊല്ലിക്കേൾപ്പിക്കാം. അപ്പൊ മോഹനകൃഷ്ണൻ അതിന്റെ മേന്മ മനസ്സിലാവും. ശരിയാ സാർ. സാർ അതൊന്ന് ചൊല്ലേ. പ്രിയ സുഹൃത്തേ, നിങ്ങൾ യാത്രകൾ ചെയ്യുകയും പുതിയ പുസ്തകങ്ങൾ വായിക്കാതിരിക്കുകയും സ്വയം അഭിമാനിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സാവധാനം മരിക്കുകയാണ്. നിങ്ങൾ ദുരഭിമാനം ഉപേക്ഷിക്കാതിരിക്കുമ്പോൾ, മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സാവധാനം മരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ശീലങ്ങളുടെ അടിമയാകുമ്പോൾ, എല്ലാ ദിവസവും ഒരേ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, പുതിയ നിറങ്ങൾ ധരിക്കാതിരിക്കുമ്പോൾ, അപരിചിതമായി സംസാരിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ സാവധാനം മരിക്കുകയാണ്. എങ്ങനുണ്ട്? ആധുനിക ശൈലിയാ. മോഹനകൃഷ്ണന് പിടികിട്ടി കാണില്ല. ഗംഭീരായിട്ടില്ലേ മോനട്ടാ? ഇതുപോലത്തെ കവിതകളെ പുസ്തകം നിറയെ. ഞാൻ എന്താ വരുന്നു? അയ്യോ സാറ് വിഷമിക്കണ്ട, മോഹനട്ട് ഇപ്പൊ വരും. സത്യത്തിൽ ഇത്രയും ഭംഗിയുള്ള കവിതയാണെന്ന് പ്രതീക്ഷിക്കാത്ത എന്റെ ഒരു ഞെട്ടല്ല. ഞാനിപ്പോ വരാവേ. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. എന്താ ശിവല? ലീവോ? ഇന്നോ? നടക്കില്ല. ആഫീസിൽ എന്തുമാത്രം ജോലി തീരാനുണ്ട്. അപ്പോ നിങ്ങൾക്ക് എങ്ങനെ നിസ്സാര കാര്യത്തിൽ ലീവ് എടുത്താലോ? അതൊന്നും എനിക്കറിയണ്ട. ശിശുപാലൻ രാവിലെ 10 മണിക്ക് ആഫീസിൽ ഉണ്ടാവണം. മനസ്സിലായോ? പനി ആയതുകൊണ്ട് ശിശുപാലന് ലീവ് വേണമെന്ന്. അതാണ് ഇത്ര നിസ്സാര കാര്യം എന്ന് പറഞ്ഞത്. പനി വന്ന ആശുപത്രി പോണ്ടേ മോനട്ടാ? അതിപ്പോഴാണോ പറഞ്ഞത്? ലീവ് വേണമെങ്കിൽ നേരത്തെ പറയണം. പനി വരാതെ പറയാൻ പറ്റുമോ? പനി വന്നത് രാവിലെ ആയിരിക്കും. ഇതൊന്നും വല്ല വില്ലേജ് ആഫീസറുടെ പ്രശ്നം എനിക്കറിഞ്ഞൂടെ. ജയചന്ദ്രൻ സാറിനെ പറ്റി ഞാൻ പറഞ്ഞപ്പോ പരമപുച്ഛമായിരുന്നു. ആ കവിത കേട്ടപ്പോൾ ആൾ ചില്ലറക്കാരനല്ലാന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടൊരു ചമ്മലുണ്ടാവൂലോ. അതാണ് പ്രശ്നം. മോഹനേട്ടാ, ഒരാൾക്കൊരു കഴിവുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കുന്നതല്ലേ മര്യാദ. ഞാൻ ജയചന്ദ്രൻ സാറിനെ പറ്റി പറഞ്ഞു പോയെന്നുള്ള ഒറ്റ കാരണം കൊണ്ടല്ലേ അദ്ദേഹത്തിന് കഴിവില്ലാന്ന് മോഹനേട്ടൻ പറഞ്ഞത്. ഇനിയെങ്കിലും ഈ ദുർവാശി കളഞ്ഞ് ജയചന്ദ്രൻ സാറിനോടൊന്ന് മാന്യമായിട്ട് സംസാരിക്കേ. മോഹനേട്ടന്റെ മുഖം കണ്ടാൽ അറിയാലോ മോഹനേട്ടൻ ആ കവിത ബോധിച്ചു എന്ന്. അതങ്ങ് തുറന്നു പറഞ്ഞൂടെ?
എന്നിട്ട് ഞായറാഴ്ച പ്രകാശനത്തിന് ചെല്ലാം അങ്ങ് സമ്മതിക്കുക. അപ്പോ സ്റ്റേറ്റ് ബാങ്കിലെ ദാമോദര സാറിന്റെ സ്ഥലം ഇളക്കണ്ടേ? സ്ഥലം രാവിലെ ഇളക്കാലോ, പുസ്തക പ്രകാശനം വൈകുന്നേരമല്ലേ. കഴിവുള്ളവർ അംഗീകരിക്കുന്നതിൽ എന്തിനാണ് മോഹനയുടെ ഇത്ര ആലോചന? ചെല്ലേ. കൊള്ളാം. താലൂക്ക് ഓഫീസിലെ സുഹൃത്താ വിളിച്ചത്, 1-2 ആഫീസ് കാര്യങ്ങൾക്ക്. മോഹനേഷൻ വളരെ തിരക്കുള്ള ഒരു ഉദ്യോഗസ്ഥനാണെന്ന് എനിക്കറിയാം. കൈക്കൂലി വാങ്ങില്ല, കൃത്യനിഷ്ഠയിൽ കടുകട്ടി. നാട്ടുകാർക്ക് മോഹനേഷന് വലിയ ബഹുമാനമാ. ആ ഒറ്റ കാരണം കൊണ്ടാ എന്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ മോഹനേഷൻ മതി എന്ന് ഞാൻ തീരുമാനിച്ചത്. വലിയ എഴുത്തുകാരെക്കാൾ എനിക്ക് താല്പര്യം ജനകീയരായ ഉദ്യോഗസ്ഥരോടാണ്. അപ്പോ മോഹനേഷന്റെ പേര് വെച്ച് ക്ഷണക്ക് തടിക്കാമല്ലോ അല്ലേ? അത് വേണ്ട സാർ, ഈ കവിത ഞാൻ പ്രകാശനം ചെയ്താൽ ശരിയാവില്ല. എന്ത് വർത്താനം മോഹനയുടെ ഇത്? സാർ ആ കവിത വായിച്ചപ്പോ മോഹനയുടെ അത് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായതാണല്ലോ. ഇനിയിപ്പോ ആ പ്രകാശനത്തിന് പോവാതിരിക്കുന്നെന്തിനാ? ഈ കവിത സാർ ഏതോ വാരികയ്ക്ക് അയച്ചു കൊടുക്കുന്നല്ലേ പറഞ്ഞത്? അതെ, പക്ഷേ അവരത് അച്ചടിച്ചില്ല. അതുകൊണ്ടാ ഈ പുസ്തകത്തിൽ ഞാൻ ആ കവിതയും ഉൾപ്പെടുത്തിയത്. അല്ലെങ്കിലും എന്നെ പോലുള്ളവരുടെ പുതിയ ചിന്തകളെ അവർക്ക് പേടിയാണല്ലോ. മോഹനേഷൻ പറ, കവിത കൊള്ളാം? കവിത നന്നായിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. പിന്നെന്താ മോഹനയുടെ പ്രകാശനത്തിന് പോയാല്? ഒരു കവിത ആദ്യം പുറത്തിറങ്ങുമ്പോഴാണ് അത് പ്രകാശനം ചെയ്യേണ്ടത്. സാർ ഇപ്പൊ ചൊല്ലിയ കവിത ശരിക്കും 10-60 കൊല്ലം മുമ്പ് ഒന്ന് പ്രകാശനം ചെയ്തതാ. അന്ന് ഞാൻ ജനിച്ചിട്ടില്ല. ഭാമേ, ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തനായ കവിയായിരുന്നു ചിലിയൻ എഴുത്തുകാരനായിരുന്ന പാബ്ലോ നെരൂദ. എല്ലാ കാലത്തെയും ഏറ്റവും മഹാനായ കവിയെന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ കവിതകളിലൊന്നാണ് നിങ്ങൾ സാവധാനം മരിക്കുകയാണ്. ജയചന്ദ്ര സാർ കവിത എഴുതി വെച്ചിട്ട് വാരികക്കാർ പ്രസിദ്ധീകരിക്കാത്തതിന്റെ കാരണം ഇതാണ്. പ്രസാധകർ അത് അച്ചടിക്കാത്തതും അതുകൊണ്ടാണ്. അവരൊക്കെ നിരൂതയെ വായിച്ചുപോയി. ഏത് നിരൂത? 1904 ചിലിയിൽ ജനിച്ചു. 1971 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടി. 1981 ക്യാൻസർ ബാധിച്ച് മരിച്ചു. ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു കവിയുടെ കവിത ഒരു നാണവുമില്ലാതെ പകർത്തി പുസ്തകമാക്കി മാന്യനായ എന്നെ കൊണ്ട് പ്രകാശനം ചെയ്യിക്കാൻ വന്നിരിക്കുന്നു അല്ലേ? അതിപ്പോ പ്രതിഭാശാലികൾ ഒരുപോലെ ചിന്തിക്കുന്നു എന്നല്ലേ പ്രമാണം? നിരുത ഒരു പക്ഷേ എന്നെ പോലെ ചിന്തിച്ചു കാണും. ഭാമയ്ക്ക് പരിചയമുള്ള ആളായതുകൊണ്ട് ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോ ഇറങ്ങാൻ ഞാൻ പറയണോ അതോ സാർ തനി ഇറങ്ങി പോകുന്നോ? ഇതാണ് കുഴപ്പം. നമ്മൾ പുതുതായി എന്തെങ്കിലും ചെയ്യുമ്പോ കോപ്പി അടിയാണെന്ന് പറയും. പിന്നെ എങ്ങനെയാ പുതിയ എഴുത്തുകാരുണ്ടാവുന്നത്? ഒരു വില്ലേജ് ഓഫീസർ വന്നിരിക്കുന്നു. അയ്യോടാ, കൊള്ളാലോ. കോപ്പി അടിച്ച പുസ്തകം വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ജീവിതത്തിന്റെ ആർദ്രതയും അതിന്റെ ഉത്കടമായ വികാരങ്ങളും അനുഭവിക്കാനാവുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ കണ്ണുകൾ നിറയ്ക്കുകയും നെഞ്ചെടുപ്പ് കൂട്ടുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ സാവധാനം മരിക്കുകയാണ്. നിങ്ങളുടെ പ്രണയത്തിലും തൊഴിലിലും തൃപ്തി വരാതെ വരുമ്പോ അവയെ മാറ്റാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല എങ്കിൽ, അനിശ്ചിതമായ ഒന്നിനു വേണ്ടി സുനിശ്ചിതമായതിനെ കൈവിട്ട് കളയാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല എങ്കിൽ, യുക്തിപരമായ ഉപദേശങ്ങളിൽ നിന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഓടി ഒളിച്ചില്ല എങ്കിൽ നിങ്ങൾ സാവധാനം മരിക്കാൻ തുടങ്ങുകയാണ്. മഹാന്മാരിൽ മഹാനായ പാബ്ലോ നെരൂദ എഴുതിയ വരികളാണിത്. അതാണ് നിന്റെ ജയചന്ദ്ര സാർ കോപ്പി അടിച്ചോണ്ട് വന്നത്. അയാളോ കൊള്ളാല്ലേ മോനട്ടാ? സദാനന്ദ സാർ ഉൾപ്പെടെ വക്കീലാഫീസിലുള്ള സകലരെ അയാളെ പറ്റിച്ചില്ലേ? പക്ഷെ എന്റെ വില്ലേജ് ഓഫീസിന്റെ അടുത്ത് അതുപോലെ നടക്കൂ. മോഹനട്ടൻ ഒരു പുലിയല്ലേ? കുറച്ചുമ്പോ അങ്ങനെയല്ല പറഞ്ഞത്. കുറച്ചു മുൻപ് പറയുന്നതല്ലോ, ഇപ്പൊ പറയുന്നതല്ലേ കാര്യം. ആണോ? മഹാനായ
പ്രശസ്തനായ ലാറ്റിൻ അമേരിക്കൻ കവി പാബ്ലോ നെരൂദയുടെ അനശ്വരമായ കവിത കോപ്പിയടിച്ച് സ്വന്തമാക്കുന്നയാളോട് ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ബുദ്ധിയുള്ളവർ ചോദിക്കും. എന്തായാലും ഈ കളിയിൽ മോഹനകൃഷ്ണൻ ജയിച്ചെന്ന് സമ്മതിക്കാതെ വയ്യ. അടുത്ത കളിയിൽ സത്യഭാമ ജയിക്കട്ടെ എന്ന് ആശംസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.